STV വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കാറ്റിലും ഇടിമിന്നലിലും കഴിമ്പ്രത്ത് വ്യാപക നാശനഷ്ടം. മലയാളത്തിലെ ആദ്യത്തെ വിപ്ലവ കവിയായിരുന്നു പി ഭാസ്കരൻ എന്ന് സംഗീത സംവിധായകൻ ശ്രീകുമാരൻ തമ്പി. മാപ്പിള കലാ അക്കാദമി തെക്കൻ മേഖലാ സംഗമവും SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് ദാനവും നടത്തി. വാർത്തകൾ വിശദമായി. വെള്ളിയാഴ്ച രാത്രിയിലുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും ഇടിമിന്നലിലും കഴിമ്പ്രത്ത് വ്യാപക നാശനഷ്ടം. കഴിമ്പ്ര സ്വദേശികളായ തെക്കേ പനക്കൽ വത്സൻ, നെടിയിരിപ്പിൽ സഹദേവൻ, നെടിയിരിപ്പിൽ ഫൽഗുണൻ, പുളിക്കൽ രാജി എന്നിവരുടെ വീടുകളിലാണ് നാശനഷ്ടം സംഭവിച്ചത്. തെക്കേ പനക്കൽ വത്സന്റെ വീട്ടിലെ സ്വിച്ച് ബോർഡ്, വയറിംഗ്, TV, മറ്റു ഇലക്ട്രിക് ഉപകരണങ്ങൾ എന്നിവയും സഹദേവന്റെ വീട്ടിലെ LCD, സ്വിച്ച് ബോർഡ് എന്നിവയും തകരാറിലായി. കൂടാതെ സഹദേവന്റെ ഭാര്യ ബേബി, മകൾ സബിത എന്നിവർക്ക് ഷോക്കേൽക്കുകയും ചെയ്തു. പുളിക്കൽ രാജിയുടെ മകൾ +2 വിദ്യാർത്ഥിയായ അഞ്ജുവിനെ ഇടിമിന്നലിൽ കാലിന് പൊള്ളലേൽക്കുകയും ചെയ്തു. നെടിയിരിപ്പിൽ ഫൽഗുണന്റെ വീട്ടിലെ 2 ഫാനും 2 മൊബൈൽ ഫോണും തകരാറിലായി. മലയാളത്തിലെ ആദ്യത്തെ വിപ്ലവ കവിയായിരുന്നു പി ഭാസ്കരൻ എന്ന് സംഗീത സംവിധായകൻ ശ്രീകുമാരൻ തമ്പി അഭിപ്രായപ്പെട്ടു. പി ഭാസ്കരൻ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ പി ഭാസ്കരൻ പുരസ്കാരം സംവിധായകൻ K. സേതുമാധവന് കൊടുങ്ങല്ലൂരിൽ സമ്മാനിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പി ഭാസ്കരൻ തെളിച്ച വഴിയിലൂടെയാണ് വയലാറും ONVയും നടന്നത്. അർത്ഥശൂന്യമായ വാക്കുകളിൽ കുടുങ്ങിക്കിടന്നിരുന്ന മലയാള ഗാനശാഖയ്ക്ക് പദസമ്പന്നമായ ഭാവി സമ്മാനിച്ചതും പി ഭാസ്കരനായിരുന്നുവെന്നും ശ്രീകുമാരൻ തമ്പി പറഞ്ഞു. ഇന്ത്യയിലെ ഏറ്റവും മികച്ച സിനിമയ്ക്കുള്ള സ്വർണ്ണത്താവൽ നേടിയ മറുപക്കം എന്ന തമിഴ് സിനിമ വരെയുള്ള അനവധി കലാസക്തികളിലൂടെ ശ്രീ K. സേതുമാധവൻ എന്ന ഈ മഹാപ്രതിഭാശാലി നടത്തിയ സംവിധാന സബര്യ ദക്ഷിണേന്ത്യൻ സിനിമയുടെ ചരിത്രത്തിൽ ഒരു സുവർണ രേഖയായി എന്നും അവശേഷിക്കും. അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളിലെ വിഷയങ്ങളുടെ വൈവിധ്യം എത്രമേൽ തിരിച്ചറിഞ്ഞിരിക്കും എന്നെനിക്കറിയില്ല. ആദ്യമായി സ്വതന്ത്ര സംവിധാനമായി വന്ന അടുത്തകാലത്ത് അന്തരിച്ച ആദ്യത്തെ ദേശീയ താലീൽ അവാർഡ് ജേതാവായ മലയാള സിനിമയിലെ ഭീഷ്മാചാര്യൻ എന്ന വിശേഷത്തിന് അർഹതയുള്ള T. വാസുദേവൻ ആണ് സേതുമാധവൻ സാറിനെ സ്വതന്ത്ര സംവിധായകനാക്കുന്നത്. ഞാൻ വിദ്യാഭ്യാസത്തിന്റെ കാലത്ത് കണ്ട ജ്ഞാനസുന്ദരിയിലെ ഒരു പാട്ടിന്റെ ചിത്രീകരണം ഇന്നും എൻ്റെ മനസ്സിൽ തെളിഞ്ഞു നിൽക്കുന്നുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ സ്വതന്ത്ര സംവിധാനം അതിന് വന്ന ആദ്യ സിനിമയാണ്. ഒരു പഴയ കഥയാണ്, പലരും പറഞ്ഞിട്ടുള്ള കഥയാണ്. പക്ഷേ ആ ജ്ഞാനസുന്ദരിയിലെ ഒരു പാട്ടിന്റെ ചിത്രീകരണം കഥയെഴുത്തും പാട്ടെഴുത്തും നടത്തുമ്പോഴും ചലച്ചിത്ര സംവിധായകനാകണമെന്നുള്ള എൻ്റെ ആഗ്രഹത്തെ ജ്വലിപ്പിച്ച പല ദൃശ്യങ്ങളിൽ ഒന്ന് എന്ന് വിശേഷിപ്പിക്കാവുന്ന ആ പാട്ട്. അത് അഭയദേവി ദക്ഷിണാമൂർത്തി സ്വാമി ഈണം പകർന്ന് കമല പുരുഷോത്തരൻ പാടിയ ഒരു പാട്ടാണ്. 2 കൈകളും അറ്റുപോയ ജ്ഞാനസുന്ദരി മനോഹരമായി കട്ടിലിൽ കിടക്കുന്നു. തിരക്കഥാകൃത്ത് ജോൺ പോൾ അധ്യക്ഷത വഹിച്ചു. TN പ്രതാപൻ MLA, ഗാനരചയിതാവ് റഫീഖ് അഹമ്മദ്, ഗായകൻ കൃഷ്ണചന്ദ്രൻ, നഗരസഭാ ചെയർപേഴ്സൺ KB മഹേശ്വരി, ഫൗണ്ടേഷൻ ചെയർമാൻ CC വിപിനചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. മാപ്പിള കലാ അക്കാദമി തെക്കൻ മേഖലാ സംഗമവും SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് ദാനവും നടത്തി. പെരിഞ്ഞനം ഗവൺമെന്റ് UP സ്കൂളിൽ നടന്ന സംഗമം അഡ്വക്കേറ്റ് V. സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. എങ്ങനെയാണ് പ്രതിരോധിക്കേണ്ടത്, എങ്ങനെയാണ് അതിനെ അതിജീവിക്കേണ്ടത്? യഥാർത്ഥത്തിൽ മതങ്ങളും സംസ്കാരങ്ങളും നമ്മളോട് പറഞ്ഞു തന്നിരിക്കുന്നത് എന്താണ് എന്ന് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ മാർഗം. ആ മാർഗം എങ്ങനെ സ്വീകരിക്കണം എന്ന് പറയുമ്പോഴാണ് കലയ്ക്കും സംസ്കാരത്തിനും ഉള്ള സ്ഥാനത്തെ പറ്റി നമ്മൾ മനസ്സിലാക്കുന്നത്. കലയും സംസ്കാരവുമാണ് മനുഷ്യരെ ഒന്നിപ്പിക്കുന്ന പ്രധാനപ്പെട്ട വസ്തുത.
യാഥാർത്ഥ്യങ്ങൾ. മാപ്പിള കല എന്ന് പറയുമ്പോഴും അതൊരു മാപ്പിള കലയല്ല, അത് ഒരു മാനവിക കലയാണ്. ക്ഷേത്രകല എന്ന് പറയുമ്പോഴും അത് ക്ഷേത്രകലയല്ല, അത് ലോകത്തിൻ്റെ കലകളാണ്. ലോകത്തിന് വേണ്ടി ഓരോ സംസ്കാരങ്ങളിൽ നിന്നും ഉയർന്നു വരുന്ന കലാരൂപങ്ങളും സംസ്കാരങ്ങളും പിന്നീട് ലോകത്തെല്ലാ വിഭാഗം ആളുകളും ഏറ്റുവാങ്ങുമ്പോഴാണ് യഥാർത്ഥത്തിൽ മതങ്ങളുടെയും സംസ്കാരങ്ങളുടെയും സൗരഭ്യം എല്ലാവരിലേക്കും എത്തിച്ചേരുന്നത്. ഈ ഒരു തോന്നൽ നമ്മുടെ സമൂഹത്തിൽ ഇല്ലാതായതുകൊണ്ടാണ് പലപ്പോഴും പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. നമുക്കറിയാം, നമ്മുടെ രാജ്യത്തിന്റെ പ്രത്യേകതകളും പ്രാധാന്യങ്ങളും എല്ലാം നമ്മളെല്ലാവർക്കും അറിയാവുന്നതാണ്. ഇവിടെ ഏറ്റവും അധികം കലയെയും സംസ്കാരത്തെയും പരിപോഷി ആരിഫ് കാപ്പിൽ അധ്യക്ഷത വഹിച്ചു. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ബി താജുദ്ദീൻ, കൊച്ചിൻ ഷെരീഫ്, റാഫി മതിലകം, ഷമീർ ഷാ, ഷംസുദ്ദീൻ വാദിയടത്ത്, പി എസ് സീതി മാസ്റ്റർ, സജാദ് മജീദ്, ബക്കർ മേത്തല, ഹംസ കുന്നത്തേരി, അഡ്വക്കേറ്റ് ടി പി അരുൺ മേനോൻ എന്നിവർ സംസാരിച്ചു. പെരിഞ്ഞനം തീരാതീരോത്സവത്തിന് നടൻ ദിലീപ് എത്തി. വർഷങ്ങൾക്ക് മുൻപ് തന്നെ കലാസ്നേഹികൾ നൽകിയ സ്നേഹനിർഭരമായ കയ്യടിയും പ്രോത്സാഹനവുമാണ് തന്നെ ജനകീയ നടനെന്ന നിലയിലേക്ക് ഉയർത്തിയതെന്നും ജനപ്രിയ നടൻ ദിലീപ് പറഞ്ഞു. ഈ തീരോത്സവത്തിൽ ജനസമുദ്രം തന്നെയാണ് കാണാൻ കഴിയുന്നതെന്നും ദിലീപ് അഭിപ്രായപ്പെട്ടു. മണപ്പുറത്തിന്റെ മഹാനടൻ ബഹദൂറുമായി അദ്ദേഹത്തിന്റെ അവസാന രംഗമായ ജോക്കർ എന്ന സിനിമയിൽ അഭിനയിക്കാൻ കഴിഞ്ഞ തനിക്ക് ആ അതുല്യ നടന്റെ പേരിലുള്ള തിര ഏർപ്പെടുത്തിയ പുരസ്കാരം തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അംഗീകാരമായി താൻ കരുതുന്നുവെന്ന് ദിലീപ് പറഞ്ഞു. അതുപോലെ തന്നെ മിമിക്രി തുടങ്ങിയ കാലം മുതൽ വർഷങ്ങൾക്ക് മുമ്പ് മുതൽ നിങ്ങൾ തന്നിട്ടുള്ള സ്നേഹം, കയ്യടി, അതാണ് എന്നെ ഇന്നും ഈ നിമിഷത്തിൽ ഇവിടെ നിൽക്കാൻ എനിക്ക് ശക്തി നൽകിയത്, അല്ലെ എന്നെ ഇവിടെ നിലനിർത്തുന്നത്. അതിന് ഞാൻ നേരിട്ട് വന്ന് നിങ്ങളോട് നന്ദി പറയുകയാണ്. ഈ സ്നേഹവും കയ്യടിയും എന്നും എന്നോടൊപ്പം ഉണ്ടാവുന്ന ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. പ്രശസ്ത തിരക്കഥാകൃത്ത് ജോൺ പോൾ മുഖ്യപ്രഭാഷണം നടത്തി. അഡ്വക്കേറ്റ് വി സുനിൽകുമാർ MLA അധ്യക്ഷനായിരുന്നു. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വൃന്ദ പ്രേംദാസ്, കെ സച്ചിത് എന്നിവർ സംസാരിച്ചു. ഇനിയൊരിടവേള.